ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഐസ് ക്ലബ്ബായ ബാംഗ്ലൂർ FC അവരുടെ മോശം ഫോമിനെ തുടർന്ന് അവരുടെ പരിശീലകനായിട്ടുണ്ടായിരുന്ന ഇംഗ്ലീഷ് പരിശീലകൻ സൈമൺ ഗ്രേസിനെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ 2-3 ദിവസത്തിന് മുന്നോടിയായിട്ട്. അപ്പോൾ തുടർച്ചയായി ലാസ്റ്റുള്ള ഒരു 7 മത്സരങ്ങൾ അവർ വിജയം കാണാതെയാണ് ഇപ്പോൾ ബാംഗ്ലൂർ FC പോയിക്കൊണ്ടിരിക്കുന്നത്. മോശം അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് അവർ പരിശീലകനെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പുതിയ പരിശീലകൻ എങ്ങനെയാലും അവർ സൈൻ ചെയ്തിട്ടുണ്ട്, ഒഫീഷ്യലായിട്ട് തന്നെ പുറത്ത് വിട്ടിട്ടുണ്ട്. ജെറാഡ് സെറാഗോസ എന്ന് പറഞ്ഞുള്ള സ്പാനിഷ് പരിശീലകനെയാണ് അവർ ടീമിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ പരിശീലകന് മുമ്പ് ബാംഗ്ലൂർ FCയിൽ ഉണ്ടായിരുന്നു. അവർ കിരീടം നേടിയ 18-19 ISL സീസണിൽ കാർലോസ് കോഡ്രാഡിൻ്റെ അസിസ്റ്റൻറ്റ് പരിശീലകനായിട്ടൊപ്പം ഉണ്ടായിരുന്ന പരിശീലകനാണ് ജെറാഡ് സെറാഗോസ. അപ്പം ഈ പുതിയ പരിശീലകന് കീഴിൽ ബാംഗ്ലൂർ FCനെ എങ്ങനെ പെർഫോം ചെയ്യുമെന്നുള്ളത് കണ്ടറിയണം. അങ്ങനെ വലിയൊരു എക്സ്പീരിയൻസ് എന്ന് പറയാനില്ല, എന്നാലും കുറച്ച് ക്ലബ്ബുകൾ അവസാനമായിട്ട് സൗദി പ്രോ ലീഗിൽ ഒരു ക്ലബ്ബിലാണ് പരിശീലകനായിട്ടുണ്ടായിരുന്നത്. പിന്നെ അധിക ക്ലബ്ബുകളിലും അസിസ്റ്റൻറ്റ് മാനേജറായിട്ടുള്ള വർക്ക് ചെയ്തുള്ള ഒരു ഇതൊക്കെയാണ് കാണുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പരിശീലകനാണ്. എങ്ങനെ ഇനി ബാംഗ്ലൂർ FC മാറ്റിയെടുക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. അവന് പിന്നെ മറ്റൊരു അപ്ഡേറ്റ് എന്ന് വെച്ചാൽ സൂപ്പർ കപ്പുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് ആണ്. അപ്പോൾ സൂപ്പർ കപ്പ് ജനുവരിയിൽ വരികയാണ്. സാധാരണ എല്ലാ സീസൺ അവസാനം ISL കഴിഞ്ഞിട്ടാണ് ഉണ്ടാകാറുള്ളത്. ഇത്തവണ എല്ലാവർക്കും അറിയാം AFC ഏഷ്യൻ കപ്പ് നടക്കുന്നത് കൊണ്ട് തന്നെ അപ്പോൾ ആ ഗ്യാപ്പിൽ ജനുവരിയിൽ ISL മത്സരങ്ങളില്ല. അപ്പോൾ ആ ഗ്യാപ്പിലാണ് സൂപ്പർ കപ്പ് നടക്കുന്നത്. അതുപോലെ സൂപ്പർ കപ്പിൽ AFC കപ്പ് സ്പോട്ട് കൂടിയുണ്ട്. അപ്പോൾ വന്നിട്ടുള്ളൊരു മാറ്റം എന്തെന്ന് വെച്ചാൽ സാധാരണ 4 വിദേശ താരങ്ങളെയാണ് നമുക്ക് ഫസ്റ്റ് ലെവലിൽ ഉൾപ്പെടുത്താൻ സാധിക്കാറ് സൂപ്പർ കപ്പിൽ. എന്നാൽ ഇത്തവണ 6 വിദേശ താരങ്ങളെയും സൂപ്പർ കപ്പിൽ ഫസ്റ്റ് ലെവലിൽ ഉൾപ്പെടുത്താൻ കഴിയുമെന്നുള്ള റൂളാണ് പുതുതായിട്ട് AFF കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ 6 വിദേശ താരങ്ങളും ഫസ്റ്റ് ലെവലിൽ വരുമ്പോൾ ഒരു ഗ്രേറ്റ് പെർഫോമൻസ് എല്ലാ ടീമുകളുടെ ഭാഗത്തു നിന്നുള്ള നല്ല പോരാട്ടങ്ങൾ എങ്ങനെയാലും നമുക്ക് കാണാൻ സാധിക്കുമെന്ന് ഉറപ്പാണ്. AFC കപ്പ് സ്പോട്ട് കൂടി ഉള്ളത് കൊണ്ട്. പിന്നെ ഇങ്ങനെ നിയമം വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാം AFC ഏഷ്യൻ കപ്പിലേക്ക് പല ടീമുകളിലൊന്നും കൂടുതൽ ഇന്ത്യൻ പ്ലേയേഴ്സ് പോകുന്നുണ്ട്. അവർ ടോപ്പ് പ്ലേയേഴ്സ് ഇപ്പോൾ മോഹൻ ബഗാനിൽ നിന്നൊക്കെ 5-6ഓളം പ്ലേയേഴ്സൊക്കെ അതിനു മേലെ പ്ലേയേഴ്സ് അവർ നാഷണൽ ഡ്യൂട്ടിക്ക് വേണ്ടി പോകും. അതുപോലെ മുംബൈ സിറ്റി, ബാംഗ്ലൂർ FC ഗോവ അങ്ങനെ ടീമെന്നൊക്കെ അവരുടെ പ്രധാന ഇന്ത്യൻ താരങ്ങളൊക്കെ പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് AFC കപ്പ് സൂപ്പർ കപ്പിൽ അത്ര മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കില്ല. അവരുടെ മെയിൻ ഇന്ത്യൻ പ്ലേയേഴ്സൊക്കെ പോയാൽ 4 ഫോറിൻ പ്ലേയേഴ്സിനെ ഇറക്കുമ്പോൾ പിന്നെ അവർക്ക് അവരുടെ റിസർവ് പ്ലേയേഴ്സൊന്നും അങ്ങനെയൊക്കെ ഒരു അത്ര ക്വാളിറ്റി ഇല്ലാത്ത ഇന്ത്യൻ പ്ലേയേഴ്സാവും പിന്നെ അവരൊപ്പം കളിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ AFC കപ്പ് സ്പോട്ട് ഉള്ളത് കൊണ്ട് തന്നെ ആ ടീമുകൾക്ക് വലിയൊരു നഷ്ടമാണ് അത് ഉണ്ടാക്കുക. അപ്പോൾ അതൊക്കെ വെച്ചാണ് ഇപ്പോൾ ഇങ്ങനൊരു നിയമം കൊണ്ടുവന്നുള്ളത്, 6 വിദേശ താരങ്ങൾ ഉൾപ്പെടുത്തുക. അപ്പോൾ അതോടുകൂടി തന്നെ ഇന്ത്യൻ പ്ലേയേഴ്സും പിന്നെ മറ്റു ഇന്ത്യൻ പ്ലേയേഴ്സിനൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അവർക്കും നല്ല ടീമായിട്ട് തന്നെ ഇതിൽ പങ്കെടുക്കാം എന്നുള്ളത് ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ ഇങ്ങനൊരു നിയമം AFF കൊണ്ടുവന്നുള്ളത്. അപ്പോൾ ഈ റൂളുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ.